കൊതുകിനെ ജീവനോടെ കൊന്നു പിടിച്ചു നൽകുന്നവർക്ക് പാരിതോഷികം ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത്തരമൊരു സംഭവമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ശല്യമാകുന്ന ജീവിയാണ് കൊതുക്. കൊതുകിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. മാരക രോഗാണുക്കളെയാണ് ഇവ വഹിക്കുന്നത്. അതിനാൽ എപ്പോഴും അതിനെതിരെ പ്രതിരോധം ആവശ്യമാണ്. ഫിലിപ്പീൻസിലെ ഒരു നഗരത്തിലാണ് കൊതുകിനെ പിടിച്ചു നൽകുന്ന പൗരന്മാർക്ക് പണം നൽകുന്നത്. ജനങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. സെൻട്രൽ മനീലയിലെ മണ്ഡലുവോങ് നഗരത്തിലെ ബരാഞ്ച് ഹിൽസ് ഗ്രാമത്തിലാണ് വിചിത്ര നിയമം. ഏകദേശം 1,00,000-ലധികം പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഓരോ 5 കൊതുകുകൾക്ക് 1 പൈസ എന്ന നിരക്കിലാണ് നൽകുന്നത്. അതായത് ഇന്ത്യയിലെ 1 രൂപ 50 പൈസ. ജീവനയോടെയുള്ള കൊതുകിനെ കൊണ്ടുപോയാൽ അവർ അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് കൊല്ലുന്നു. ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നിരവധി കൊതുക് വേട്ടക്കാർ ഗ്രാമത്തിൽ ഉണ്ടായെന്ന് അധികൃതർ പറയുന്നു. 45-കാരനായ മെഗുവൽ ഏകദേശം 45 കൊതുകിനെ പിടിച്ചു നൽകിയിട്ടുണ്ട്. ഈ പ്രതിഫലം തനിക്ക് കോഫി വാങ്ങാനുള്ള പണം നൽകുമെന്നാണ് അയാൾ പറയുന്നത്. ഇത്തരം ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഈ പ്രവൃത്തി ഗ്രാമത്തിൽ തുടങ്ങാൻ കാരണം കൊതുകുജന്യ രോഗങ്ങൾ തന്നെയാണ്. ഫിലിപ്പീൻസിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അധികൃതരിൽ ആശങ്കയ്ക്ക് കാരണമായി. അതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് ഇത് ആരംഭിച്ചത്. ഈ വർഷം ഇതുവരെ 10 പേരാണ് കൊതുക് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ബാധിച്ച് മരിച്ചത്. അതിൽ കൂടുതലും കുട്ടികളാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. 1769 പേർക്കാണ് ഗ്രാമത്തിൽ അസുഖം ബാധിച്ചത്. മാരകമായ അണുബാധ പല പ്രദേശത്തും കൂടി വരികയാണ്. രോഗം തടയാനും കൊതുകിനെ നശിപ്പിക്കാനുമാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെന്ന് ഗ്രാമത്തലവൻ സെന്നാർ പറഞ്ഞു. കൊതുകിനെ പിടിച്ചു നൽകിയാൽ പണം ലഭിക്കുമെന്നുള്ളതിനാൽ ചിലർ വീട്ടിൽ കൊതുകിനെ വളർത്തി വിൽക്കുന്നുണ്ട്. ഡെങ്കിപ്പനി കേസുകളുടെ വർധന കുറയുമ്പോൾ പണം നൽകുന്നത് അവസാനിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഫിലിപ്പീൻസിലെ മറ്റൊരു ഗ്രാമത്തിൽ കൊതുകിന്റെ വർധന കുറയ്ക്കാൻ തവളകളെ വളർത്താൻ ആരംഭിച്ചു. ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാനും വെള്ളം തങ്ങി നിൽക്കാൻ അനുവദിക്കരുതെന്നും അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. ഈഡിസ് കൊതുകിന്റെ സഞ്ചാര ദൂരം ചെറുതാണ്. അതിനാൽ വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും കൊതുക് മുക്തമാക്കുന്നത് ഡെങ്കിപ്പനി തടയാൻ സഹായിക്കും.